ഫെബ്രുവരി മാസത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ന്യൂസാണ് UPI പേയ്മെൻറ്റുകളിൽ അറ്റ് എന്നുള്ള സംഭവം കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് പെൻഡിങ് ആവും, ഇനി മുതൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നൊക്കെ. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് NPCയുടെ ഏറ്റവും പുതിയ റൂൾസ് വരുന്നത് UPI പേയ്മെൻറ്റുമായിട്ട് യാതൊരു പ്രശ്നവും ഈ ഒരു പോളിസിയിൽ പറയുന്നില്ല. ഇതിൽ പറയുന്നത് നിങ്ങളുടെ ട്രാൻസാക്ഷൻ ID അറ്റോ കോമയോ ഡോട്ടോ ഇങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ മാത്രമാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഒരുപാട് പേര് ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളാണ് ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് UPI ID നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഇത് ട്രാൻസാക്ഷൻ IDക്കകത്താണ് ഈ ഒരു വിഷയം വരുന്നത്. ട്രാൻസാക്ഷൻ ID എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി സാധിക്കും. നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ താഴെ ആയിക്കൊണ്ട് നമുക്കൊരു ID നമ്പർ ലഭിക്കും. ഈ ഒരു ID നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെ പേയ്മെൻറ്റ് പെൻഡിങ് ആവുകയോ മറ്റെന്തെങ്കിലും വിഷയം വരികയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു ID ഈ ട്രാൻസാക്ഷൻ ID എന്ന് പറയുന്നത്. ഈ IDക്കകത്താണ് കുത്തോ കോമയോ മറ്റു കാര്യങ്ങളൊന്നും വരാൻ പാടില്ല എന്ന് പറയുന്നത്. അല്ലാണ്ട് UPI ID ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. UPI ID നിങ്ങൾക്ക് ഒരിക്കലും ഒഴിവാക്കിക്കൊണ്ട് സേവ് ചെയ്യുവാനോ അത് ചേഞ്ച് ചെയ്യുവാനോ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക.